ഹായ്, നാടൻ ക്രിട്ടിക്കാണേ. ഇന്ന് വന്നിരിക്കുന്നത് രണ്ട് പുസ്തകങ്ങളുമായിട്ടാണ്. ഒന്ന് എന്ന് പറയുന്നത് ചേതൻ ഭഗത്തിൻ്റെ 400 ഡേയ്സ്. രണ്ട് എന്ന് പറയുന്നത് ഒരു മലയാളം പുസ്തകമാണ്, കറുത്തച്ഛൻ. ആക്ച്വലി ഈ പുസ്തകങ്ങൾ എന്ന് പറഞ്ഞാൽ ഞാൻ റീസെൻ്റായിട്ട് വായിച്ചതാണ്. ഞാൻ പണ്ട് കുറച്ചൊക്കെ വായിക്കുന്ന ആളായിരുന്നു എന്ന് പറഞ്ഞാൽ ഒരുപാട് വായിച്ചിട്ടൊന്നുമില്ല. ഈയിടെയായിട്ട് വീണ്ടും വായന റെസ്യൂം ചെയ്ത് അപ്പോഴാണ് ഫേസ്ബുക്കിൽ എനിക്കൊരു സജഷൻ വന്നിട്ടാണ് ഈ പുസ്തകം, ഈ കറുത്തച്ഛൻ എന്ന് പറയുന്ന ഈ പുസ്തകം ഞാൻ വായിച്ചത്. ആക്ച്വലി ഇതൊരു ഹൊറർ ത്രില്ലറാണ്. അതായത് ഒരുപാട് പേര് പറയാൻ മടിക്കുന്ന ചില കാര്യങ്ങൾ പറഞ്ഞേക്കുന്നത്, അതായത് സാത്താൻ സേവയെ പറ്റിയും അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്ന ഒരു നല്ല ഹൊറർ ത്രില്ലർ പുസ്തകമാണ് ഈ കറുത്തച്ഛൻ എന്ന് പറയുന്നത്. ആ ഒരു എന്താണ്, ഒരു കാമുകി മരണപ്പെട്ട അല്ലെങ്കിൽ ഒരു എക്സ് ലവർ മരണപ്പെട്ട ഒരാൾ വന്ന് അയാളുടെ എക്സ് ലവറുടെ മരണത്തിൻ്റെ കാരണം അന്വേഷിച്ച് പോകുന്നതാണ് ഇതിൻ്റെ കഥ. നിങ്ങളൊരു അതായത് നിങ്ങൾ ഒരു ഫേമസ് പുസ്തകങ്ങളല്ലാതെ കുറച്ച് ഉള്ളിലോട്ട് പോയി ബഡ്ഡിങ് ഓതേഴ്സിൻ്റെ ബുക്കൊക്കെ വായിക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഈ കറുത്തച്ഛൻ എന്ന് പറയുന്ന പുസ്തകം നിങ്ങൾക്ക് ഒരു നല്ല സജഷനായിരുന്നു. അതായത് നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. കാര്യം ഇത് വായിക്കേണ്ട രാത്രിയാണ്. രാത്രി ഒരു കട്ടൻ ചായയൊക്കെ കുടിച്ചുകൊണ്ടിരുന്ന് പതുക്കെ ഇത് വായിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ, രാത്രി വായിച്ചു കഴിഞ്ഞാൽ ഒരു പ്രത്യേക ഫീൽ കിട്ടുന്ന ഒരു പുസ്തകമാണ്. പിന്നെ അടുത്ത പുസ്തകം 400 ഡേയ്സ്. അത് ചേതൻ ഭഗത്തിൻ്റെ പുസ്തകമാണ്. ഞാൻ ചേതൻ ഭഗത്തിൻ്റെ ഒരുപാട് പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ട്. 3 മിസ്റ്റേക്സ് ഓഫ് മൈ ലൈഫ്, പിന്നെ എന്താണ് പറയുക, ഹാഫ് ഗേൾ ഫ്രണ്ട്, 2 സ്റ്റേറ്റ്സ്, അങ്ങനെ പുസ്തകങ്ങളുടെ പേരൊക്കെ മറന്നുപോയി. ചേതൻ ഭഗത്ത് എനിക്ക് ഏറെ ഇഷ്ടപ്പെട്ട ഓഥറാണ്. പുള്ളിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, നിങ്ങളൊരു ഇംഗ്ലീഷ് വായിക്കാൻ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഹീ ഈസ് ദ ബെസ്റ്റ് ചോയ്സ്. ചേതൻ ഭഗത്ത് എന്ന് പറഞ്ഞാൽ പുള്ളിയുടെ വേ ഓഫ് റൈറ്റിങ്ങും ഭയങ്കര സുഖമാണ്. നമുക്ക് ഇന്ത്യക്കാർക്ക് പറ്റിയ ഇംഗ്ലീഷാണ്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഈ 400 ഡേയ്സ് എന്ന് പറയുന്ന പുസ്തകം ഒരു ത്രില്ലർ പുസ്തകമാണ്. പക്ഷേ എന്നാൽ അതിൻ്റെ കൂടെ പുള്ളി ഒരുപാട് ഇമോഷൻസ് എല്ലാം കൂട്ടിക്കലർത്തിയിട്ടുള്ള ഒരു രീതിയിലാണ് എഴുതിയേക്കുന്നത്. പുള്ളിയുടെ എല്ലാ പുസ്തകങ്ങളും അതിൻ്റെ ഒരു എന്താ പറയുക, അതിൻ്റെ ഒരു ആ പുസ്തകത്തിൻ്റെ അന്തസത്ത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ 2 സ്റ്റേറ്റ്സ് ആണെങ്കിലും അത് ഒരു റൊമാൻറ്റിക് മൂവി, ഒരു റൊമാൻറ്റിക് പുസ്തകമാണ്. അതിൻ്റെ കൂടെ അതിലൊരു ത്രില്ലിങ് എലമെൻറ്റും ഉണ്ട് 2 സ്റ്റേറ്റ്സിൽ. അതായത് എനിക്ക് തോന്നുന്നു അത് നിങ്ങൾ വായിച്ചു നോക്കുക, 2 സ്റ്റേറ്റ്സ് വായിച്ചിട്ടില്ലാത്തവർ. അല്ലെങ്കിൽ വായിച്ചിട്ടില്ലാത്തവർ ഈ വീഡിയോ ഇനി അങ്ങോട്ട് കാണാതിരിക്കുക. ഇപ്പോൾ വായിച്ചിട്ടുള്ള ഒരാളാണെങ്കിൽ നിങ്ങളിപ്പോൾ നോക്കുമ്പോൾ അവർ കല്യാണം കഴിക്കുമോ ഇല്ലയോ എന്നുള്ള ഒരു സസ്പെൻസ് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു പുസ്തകമാണ് 2 സ്റ്റേറ്റ്സ്. പക്ഷേ 400 ഡേയ്സ് എന്ന് പറയുന്നത് മറ്റൊരു മികച്ച ഒരു സൃഷ്ടിയാണ്. അത് എങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പോകുന്നത് ഒരു കേസ് ഫൈൻഡ് ചെയ്യാൻ പോകുന്ന ഒരു ഡിറ്റക്റ്റീവ്. ആ ഡിറ്റക്റ്റീവിൻ്റെ ഒരു എന്താ പറയുക, ഒരു ജേണിയാണ് കാണിക്കുന്നത്. ആ ജേണിക്കിടയിൽ അയാളുടെ ലവ് ലൈഫ്, അയാളുടെ റിലേഷൻഷിപ്സ്, അയാളുടെ ക്ലയൻറ്റിൻ്റെ ലൈഫ്, അങ്ങനെ കുറേ കാര്യങ്ങളിൽ കൂട്ടിച്ചേർത്ത് മുന്നോട്ട് പോകുന്ന പുസ്തകമാണ് 400 ഡേയ്സ്. ഇത് രണ്ടും നിങ്ങൾക്ക് ട്രൈ ഔട്ട് ചെയ്ത് നോക്കാൻ പറ്റുന്നതാണ്. ഞാൻ ഫസ്റ്റ് പുസ്തകത്തിന് ഓഡിയൻസ് ആയിട്ട് സജസ്റ്റ് ചെയ്യുന്നത് എല്ലാത്തരം ഓഡിയൻസിനും പറ്റുന്നതാണ്. പിന്നെ കൊച്ചുകുട്ടികൾ ഒരു 10, 13 വയസ്സ്, 14 വയസ്സിന് മേലുള്ളവർ വായിക്കാൻ നോക്കുക. രണ്ടാമത്തെ പുസ്തകം അതും ഇതേപോലെ ഒരു 14 വയസ്സിന് മേലുള്ളവർ വായിക്കാൻ നോക്കുക. കോളേജ് സ്റ്റുഡൻസ്, എൻജിനീയറിങ് സ്റ്റുഡൻസ്, അങ്ങനെയുള്ളവർക്കൊക്കെ ഈ പുസ്തകം ഭയങ്കരമായിട്ട് കണക്റ്റ് ആവും. ചേതൻ ഭഗത്തിൻ്റെ പുസ്തകങ്ങൾ എപ്പോഴും അങ്ങനെയാണ്. ചേതൻ ഭഗത്തിൻ്റെ പുസ്തകങ്ങളുടെ ഒരു ഘടന. അപ്പോൾ ദാറ്റ്സ് ആൾ. ഇന്ന് ഇത്രേ ഉള്ളൂ. താങ്ക് യു. ബൈ.